ഉണ്ടോ? ആ ഉണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ ചേംബർ സർക്കിൾ ഇൻസ്പെക്ടർ സൈമൺ. ഹലോ, ഇരിക്കും. താങ്ക് യു. ഇന്ന് വെളുപ്പിന് ഞങ്ങളുടെ ബി സെക്ഷനിലെ കടപ്പുറത്ത് ഒരു ഡെഡ് ബോഡി അടിഞ്ഞു കയറി. അത് ഈ ഫാക്ടറിയുടെ ജനറൽ മാനേജർ വേണുഗോപാലിൻ്റെതാണ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വേണു? ആർ യു ഷുവർ? യെസ്, ഷുവർ. അതൊരു കൊലപാതകമാണ്. മൃതദേഹം തീരെ തടിയരുന്ന ഉദ്ദേശത്തിൽ പുറങ്ങളിൽ തള്ളിയതാണ്. 3-4 ദിവസത്തെ പഴക്കമെങ്കിലും കാണും അതിന്. ബോഡി ഇപ്പോൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മോർച്ചറിയിലുണ്ട്. അദ്ദേഹത്തിന് ആരുണ്ട് വേണ്ടപ്പെട്ടവർ ഏറ്റുവാങ്ങാൻ? വേണുവിന് അമ്മ മാത്രമേ ഉള്ളൂ. അവര് കണ്ണു കാണാൻ മേലാത്ത അവശയായ ഒരു വൃദ്ധയാണ്. ബോഡി ഞാൻ ഏറ്റുവാങ്ങിക്കോളാം. ഓക്കെ. ഈ കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ എനിക്കായതുകൊണ്ട് മിസ്റ്റർ സുരേഷിന്റെ ഒരു ഡീറ്റെയിൽ സ്റ്റേറ്റ്മെന്റ് എനിക്ക് വേണം. അതായത് വേണുവിന്റെ വ്യക്തി ജീവിതത്തിലോ ബിസിനസ്സിലോ ഏതെങ്കിലും ശത്രുക്കളുള്ളതായോ? നോ, വേണുവിന് ഒരിടത്തും ഒരു ശത്രു പോലും ഇല്ല. എനിക്ക് ഉറപ്പാണത്. 10-28 വർഷം മുമ്പ് ഒരു അഗതിയായി എന്റെ വീട്ടിൽ കടന്നു വന്നതാണ് വേണു. സാറിന് കുടിക്കാൻ എന്തെങ്കിലും? നോ താങ്ക്സ്. എന്നിട്ട് അച്ഛന് ഒരു പ്രത്യേക വാത്സല്യം തോന്നിയതുകൊണ്ട് അച്ഛനാണ് വേണുവിനെ വളർത്തിയതും പഠിപ്പിച്ചതും ഈ ഫാക്ടറിയിൽ ജോലിക്കിരുത്തിയതും ഒക്കെ. എനിക്കാണെങ്കിൽ എന്റെ സ്വന്തം സഹോദരനെ പോലാണ്. അച്ഛൻ മരിച്ചു കഴിഞ്ഞ് ഞാൻ ഈ ഫാക്ടറിയിൽ MD ആയപ്പോൾ വേണുവിനോട് ചോദിക്കാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല, ചെയ്യാൻ പറ്റുകയില്ല. ഈ ഫാക്ടറിയിലെ ഒറ്റ ജീവനക്കാരനും ഇതുവരെ വേണുവിനെതിരെ ഒരു പരാതിയോ പരിഭവമോ പറഞ്ഞിട്ട് പോലുമില്ല. പണ്ട് മുതലേ മാസത്തിലൊരിക്കൽ അവൻ അമ്മയെ കാണാൻ പോകും. ഇവിടെ എല്ലാ സ്വാതന്ത്ര്യമുള്ള അവൻ ആ സമയത്ത് ഫാക്ടറി വക കാർ പോലും എടുക്കാറില്ല, ബസ്സിലാ പോവുക. അത്രയ്ക്ക് ക്ലീൻ ആയിരുന്നു വേണു. ആ വേണുവിനെ ആരെങ്കിലും കൊല ചെയ്യാന്ന് പറഞ്ഞാൽ, സർ ആർ യു ഡെഡ് ഷുവർ വേണു തന്നെയാണെന്ന്? യെസ്, ഡെഡ് ഷുവർ. എങ്കിൽ ഞാൻ ഉടനെ വരികയാണ്. ബോഡി ഏറ്റുവാങ്ങണം, അവന്റെ അമ്മയെ കാണണം. ശരി, നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം. ഈ കേസിന്റെ അന്വേഷണത്തിന് വേണ്ടി മിസ്റ്റർ സുരേഷിന്റെ എല്ലാ സഹായവും എനിക്ക് വേണം. ഷുവർ. താങ്ക് യു. ബൈ. ബൈ.